കേരളത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ധാതുമണൽ ഇടനാഴിയെക്കുറിച്ച് അദ്ദേഹം ബജറ്റിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ കടലിലും കടൽത്തീരത്തും ലഭിക്കുന്ന ധാതു സമ്പത്ത്, അതുപോലെ അപൂർവമായ ധാതു നിക്ഷേപങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചൊരു പുതിയ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക. ബ്ലൂ ഇക്കോണമി എന്നാണ് അതിനെക്കുറിച്ച് പറയുക. നമ്മുടെ കേന്ദ്ര സർക്കാരിന് ബ്ലൂ ഇക്കോണമി എന്ന പോളിസി തന്നെയുണ്ട്. അതിൽ സംസ്ഥാനങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടാണ് ആ നയം രൂപവൽക്കരിച്ചിരിക്കുന്നത്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഈ അപൂർവമായ ധാതു സമ്പത്ത് ഉപയോഗിച്ച് സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുക. അതാണ് റെയർ എർത്ത് ആൻഡ് ക്രിറ്റിക്കൽ മിനറൽസ് കോറിഡോർ എന്ന് പറയുന്നത് കൊണ്ട് വി.ഡി. സതീശൻ അല്ലെങ്കിൽ UDF സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതനുസരിച്ച് ധാതു സംസ്കരണത്തിൻ്റെയും മറ്റും കേന്ദ്രമായിട്ട് കൊല്ലം മാറുകയാണ്. ബ്ലൂ ഇക്കോണമിയുടെ ഇന്ത്യയിലെ തന്നെ തലസ്ഥാനമായിട്ട് ആലപ്പുഴ മാറും. അത് കേരളത്തിന് വലിയ വികസനത്തിന്, വളർച്ചയ്ക്ക് കാരണമായിട്ട് ഭവിക്കും. ഇതൊക്കെയാണ് ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ. ബജറ്റിൽ പറയുന്നത് പോലൊക്കെ നടക്കുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്യും, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇക്കാര്യം ബജറ്റിൽ ഉൾപ്പെടുത്തിയതോടെ കരിമണൽ ഖനനം, നമ്മുടെ കടൽ തീരങ്ങൾ കൊള്ളയടിക്കാൻ സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത് അവർക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത്.